ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു ബർഗർ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ഇതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ബണ്ണ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടാണ് ഇതിൻ്റെ പാറ്റീസ് റെഡിയാക്കുന്നത്. പിന്നെ ബ്രെഡ് ക്രംസ്, മയോണൈസ്, കെച്ചപ്പ്, ചീസ്. അപ്പോൾ ആദ്യം നമുക്ക് പാറ്റീസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ചോറിൻ്റെ കൂടെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടിത് കുഴച്ചെടുക്കാം. ഞാനിവിടെ ചോറ് എടുത്തത് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2-3 ടേബിൾ സ്പൂൺ ചോറേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് മാത്രം വെച്ചായാലും പാറ്റീസ് റെഡിയാക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തു. ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർക്കുകയാണ്. ഒരു 3-3.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്, ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ റൗണ്ടിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് എത്ര വലുപ്പത്തിൽ വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുഞ്ഞു ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഒതുങ്ങാൻ വേണ്ടി ഞാൻ ചെറിയതായിട്ടാണ് പാറ്റീസ് ഉണ്ടാക്കുന്നത്. ഇതിനി ഞാൻ കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നു. അതിൽ 1-2 പ്രാവശ്യം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ഒരു പാന് ചൂടാക്കാൻ വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പാറ്റീസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും മറിച്ചിട്ട് ബ്രൗൺ കളർ ആയാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ബർഗർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ബണ്ണിൻ്റെ അകത്ത് ആദ്യം മയോണൈസാണ് സ്പ്രെഡ് ചെയ്യുന്നത്. 2 ടീസ്പൂണോളം മയോണൈസ് എടുത്തു. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. എനിക്ക് മയോണൈസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നിറയെ ഇതിൽ അപ്ലൈ ചെയ്തു. ഇനി കുറച്ച് വെജിറ്റബിൾസ്, ഞാനിപ്പോൾ ക്യാപ്സിക്കവും ഒണിയനും ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളതൊക്കെ എടുക്കാം. ഈ ബണ്ണിനകത്ത് കൊള്ളുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. വെജിറ്റബിൾസിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കിയ ബർഗറിൻ്റെ പാറ്റീസ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഞാനൊരു സ്ലൈസ്ഡ് ചീസും പിന്നെ ടൊമാറ്റോ കെച്ചപ്പുമാണ് വെക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട കേട്ടോ. എനിക്ക് കെച്ചപ്പ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വെച്ചു. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാവില്ല, അങ്ങനെയാണെങ്കിൽ ഇത് ഒഴിവാക്കാം. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ബണ്ണിൻ്റെ മറ്റേ പീസും കൂടെ വയ്ക്കാം. ഞാൻ ബണ്ണ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത്. ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയി. ഒരു കുഞ്ഞു ബണ്ണ് എടുത്തിട്ട് അതിനെ 2ആക്കി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ബർഗർ റെഡിയാണ്. നല്ല ഈസി അല്ലേ റെഡിയാക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്